വാഴക്കൂമ്പ് തോരൻ വെച്ചാലോ? അപ്പോൾ കൂമ്പ് ചെറുതാക്കി അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞ് മാറ്റിയെടുക്കുക. പരിപ്പ് വേവിച്ച് വെച്ചത്, തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും കൂടെ അരച്ച ഒരരപ്പും, പിന്നെ കറിവേപ്പില, പച്ചമുളക്, സബോള, ഒരു ചെറിയ സബോള എന്നിവയെല്ലാമാണ് നമുക്ക് ഈ വാഴക്കൂമ്പ് തോരൻ വെക്കാൻ ആവശ്യമായത്. ചട്ടി ചൂടായി എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് സബോള ഇടുക. സബോളയുടെ കൂടെ തന്നെ കരിവേപ്പിലയും പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഒന്ന് ചെറുതായി വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അരപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ്, ഒഴിച്ചുകറി, അച്ചാർ, മീൻകറി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ വാഴക്കൂമ്പ് തോരനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്